ഇരുങ്കൂറ്റൂർ കുന്നക്കാടൻപാല ശിവക്ഷേത്രം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഇരുങ്കൂറ്റൂർ ദേശത്തെ കുന്നക്കാടൻപാല ശിവക്ഷേത്രം. വേലായുധൻ കുന്നക്കാടൻപാല താമസിക്കുന്നത്. ഇവിടെ അമ്പലത്തിൽ വിളക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ വയ്ക്കുന്നത് കുന്നക്കാടൻപാല എന്ന് പറയുക ശിവക്ഷേത്രം. എന്നിട്ട് ആ മലമില്ലിൻ്റെ അധ്യായം വന്നാൽ ഇങ്ങനെ കുന്നക്കാടൻപാലത്തേക്ക് വരാം. അമ്പലത്തിൻ്റെ അവിടേക്ക് നേരെ വൈകുന്നു. നേരം വിളക്ക് വയ്ക്കും. രാവിലെ വൈകിട്ടും 2 നേരം വിളക്ക് വയ്ക്കും. ശിവക്ഷേത്രത്തിൽ മാസത്തിലൊരു പൂജ. ശിവനാണ് പ്രതിഷ്ഠ. ഇവിടെ ഇപ്പോൾ വിളക്ക് വയ്ക്കാൻ എണ്ണയും തിരിയൊക്കെ എല്ലാവരും സഹായത്തോടെ കൂടെ കൊണ്ടു വെക്കാറുണ്ട്. അതാണ് ഇപ്പോൾ ഉള്ളത്. വലിയ വരുമാനമൊന്നുമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എല്ലാവരും കൂടി സഹായം കൊണ്ട് തന്നെ നടക്കുന്നത്. നാട്ടുകാരൊക്കെ സഹായം കൊണ്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. പൂജയും കാര്യങ്ങളൊക്കെ പ്രതിക്ക് കാശ് കൊടുക്കുന്ന മാസത്തിൽ ഈ പൂജയാണ് കഴിക്കുന്നത്. ഇവിടെ കുഞ്ചിൻ്റെതാണെന്ന പൂരം വന്നിട്ട് ഇവിടെ പൂരം കഴിച്ചിട്ടാണ് 5-ാം പൂരം പോയിരുന്നത് വിട്ടാനത്തേക്ക്. അവിടെ നല്ല പറയന്മാരുടെ എല്ലാ പൂരങ്ങളൊക്കെ കഴിച്ച് ആടിപ്പാടിയിട്ടാണ് വിട്ടാനത്തേക്ക് പോകുന്നത്. ആ ചരിത്രം നമുക്കറിയാം, കാരണന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അതമ്പതിച്ച് കിടക്കുന്നു ഇവിടെ. അങ്ങനെ ഒരു സുപ്രായത്തിലാണ് മണികണ്ഠൻ വന്നിട്ട് 5-ാം പൂരം കഴിഞ്ഞ് വരുമ്പോൾ വിളക്ക് ഇവിടെ എത്തും. ആ വിളക്ക് വെച്ച് പോകുമ്പോഴാണ് കൊല്ലം വെക്കാറുണ്ട് പൂരം കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ ആ വിളക്ക് വെച്ച് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കിടന്നാൽ പറ്റില്ല. മൂപ്പര് തോന്നിയിട്ട് ഒരു ഇവിടെ വന്നിട്ട് ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിയ പരിപാടി ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഇത് ഉണ്ടായത്. ഒരു തറ വെച്ചിട്ട് ഈ ഗ്രില്ലൊക്കെ വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നത്. മൂപ്പര് വിചാരിച്ച് ഇങ്ങനെ ചെയ്തു. അപ്പോൾ അതൊക്കെ മൂപ്പരുടെ കഴിവ് നല്ല ഞങ്ങൾക്ക് കാലക്കാര്യം നല്ല പ്രവർത്തനം ഞങ്ങൾ നാട്ടുകാരൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഈ നിലക്കൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സഹായങ്ങൾ നല്ല വിജയമായിട്ട് തോന്നുന്നു. നമസ്കാരം. എൻ്റെ ഒരു വിശ്വംഭരൻ. വീട് ഇവിടെ കുന്നക്കാടൻപാല ക്ഷേത്രത്തിനടുത്താണ്. ക്ഷേത്രം ഇപ്പോൾ അടുത്ത കാലത്താണ് വന്നത്. ഞങ്ങൾ പണ്ട് കാണുന്ന കാലത്ത് ഒരു പാലയുടെ ചുവട്ടിൽ കുറച്ച് കല്ലുകളും ഇതൊക്കെ ഇട്ടുണ്ടായിരുന്നു. പിന്നീട് അതെല്ലാവരും കൂടി സംസാരിച്ച് നമ്മുടെ ചെട്ടിപ്പടി ഒരു മണികണ്ഠേട്ടുണ്ട്. ആൾ മുന്നിട്ടിറങ്ങി ഒരു ക്ഷേത്രം പണിയാന്നുള്ള രൂപത്തിലായി. അങ്ങനെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നീങ്ങി ഒരു ക്ഷേത്രമായിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. പ്രതിഷ്ഠ ഇനിയിപ്പോൾ അടുത്ത ഫെബ്രുവരി 6-ന് പ്രതിഷ്ഠാദിനമുണ്ട്. നാട്ടിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് സഹകരിച്ചിട്ടാണ് പോണത്. ഇനി നന്നാക്കാനെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറച്ചുണ്ട്. അതിന് സഹകരണങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല മനസ്സുള്ളവർ തരട്ടെ. അപ്പോൾ ശിവായ നമോ നമഃ ശിവായ ശിവശംഭോ ശംഭോ വടക്കും നാഥ തൃശിവ പേരൂർ വാഴും പരമേശ. ശിവായ നമോ നമഃ ശിവായ ശിവശംഭോ ശംഭോ വടക്കും നാഥ തൃശിവ പേരൂർ വാഴും പരമേശ. തിരുജടമുടിയിലെ ചന്ദ്രകലയും കാണു തൊഴാമടിയൻ. വെണ്ണയിലുയരും കൈലാസത്തിൽ മരുക ഭഗവാനേ. തിരുജടമുടിയിലെ ചന്ദ്രകലയും കാണു തൊഴാമടിയൻ. വെണ്ണയിലുയരും കൈലാസത്തിൽ മരുക ഭഗവാനേ. ശിവായ നമഃ ഓം നമഃ ശിവായ ശിവശംഭോ ശംഭോ വടക്കും നാഥ തൃശിവ പേരൂർ വാഴും പരമേശ. ദുർവിധി നീക്കി സദ്വിധിയേകും അഖില ജഗന്മയനേ. വടക്കും നാഥ ഗൗരീ
ശങ്കര തുണയേകുകമേന്മേ ദുർവിധി നീക്കി സദ്വിധിയേകും അഖില ജഗന്മയനേ വടക്കും നാഥ ഗൗരി ശങ്കര തുണയേകുകമേന്മേ തിന്മകളഖിലം നന്മകളാക്കാൻ വരമരുളുക ഭഗവാൻ പൂരം കണ്ടു പ്രസാദിക്കും നിൻ പദകമലം കൂപ്പാം ശിവായ